ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഈശ്വരൻ എവിടെയാണ്? ഈശ്വരൻ അമ്പലങ്ങളിലോ ദേവാലയങ്ങളിലോ ആണോ, അതോ നമ്മുടെ ഉള്ളിൽ തന്നെയാണോ? ഗുരുവിനോട് ശിഷ്യൻ ഈ ചോദ്യം ചോദിക്കുന്നു. പ്രാർത്ഥന മൂലം ദൈവം മനുഷ്യൻ്റെ അടുത്ത് വരുമോ? അപ്പോൾ ഗുരു മറുചോദ്യം ചോദിച്ചു, നിന്റെ പ്രാർത്ഥന കൊണ്ട് നാളെ സൂര്യൻ ഉദിക്കുമോ? ശിഷ്യൻ മറുപടി പറഞ്ഞു, ഇല്ല, സൂര്യൻ ഉദിക്കുന്നത് പ്രപഞ്ച നിയമമനുസരിച്ചാണ്. ഗുരു പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെയുണ്ട്, പ്രാർത്ഥന കണക്കിലെടുക്കാതെ തന്നെ. അപ്പോൾ ശിഷ്യന് സംശയമായി, എങ്കിൽ പിന്നെ നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമായി പോകുന്നുണ്ടോ? ഗുരു ഇങ്ങനെ പറഞ്ഞു, നീ വേണ്ട സമയത്ത് ഉണർന്നില്ലെങ്കിൽ സൂര്യോദയം കാണില്ല. അതേപോലെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈശ്വര സാന്നിധ്യം അറിയാനാകില്ല. ഈശ്വരനെ ഉണർത്തേണ്ട ആവശ്യമില്ല. പ്രപഞ്ച താളത്തിൽ തന്നെ ഈശ്വരനുണ്ട്. കണ്ടെത്താതെ പോകുന്നത് മനുഷ്യൻ ഉറങ്ങുന്നത് കൊണ്ടാകാം. കണ്ണടച്ചിരിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അത്ഭുത പ്രതിഭാസമായി എന്തിനാണ് ദൈവത്തെ വ്യാഖ്യാനിക്കുന്നത്? തൊട്ടടുത്തിരിക്കുന്ന സഹോദരനെ കാണാൻ വേണ്ടി കണ്ണു തുറക്കാതെ ദൈവത്തെ കാണാൻ കണ്ണടച്ചിട്ട് എന്ത് പ്രയോജനം? അകലങ്ങളിൽ ഉള്ളവരെയാണ് വിളിച്ചു വരുത്തേണ്ടത്. അടുത്തിരിക്കുന്നവനെ അടുത്തറിഞ്ഞാൽ ഈശ്വരൻ അകലില്ല. മറ്റെവിടെയെങ്കിലും അന്വേഷിച്ചു നടക്കുന്നതിലും നല്ലത് അവനവൻ്റെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്നതാണ്. കാണുന്നവയിലെല്ലാം ഈശ്വരനെ ദർശിക്കാനുള്ള കഴിവും കരുത്തും നൽകണേ എന്നതാകണം നമ്മുടെ പ്രാർത്ഥന. മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഈശ്വരനാകാൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനകൾ ഫലദായകമാകുന്നത് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോഴല്ല, സ്വയം അനുഗ്രഹമായി മാറുമ്പോഴാണ്. പ്രാർത്ഥിക്കുന്നതിലും ശ്രേഷ്ഠമാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നമുക്കൊരു സ്ഥാനമുണ്ടാവുക എന്നത്. ആത്മീയതയുടെ വഴിയിൽ മഹത്തായ അറിവ് പകർന്നു നൽകുന്ന എല്ലാവരെയും വിനയത്തോടെ സ്മരിക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.